കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കൊക്കെ സുഖമാണോ? എല്ലാവരും സുഖമായി സന്തോഷമായി നല്ല മിടുക്കരായി ഇരിക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏത് കൂദാശയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? തൈലാഭിഷേക കൂദാശ. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾ ചെയ്തോ? ഏത് തിരുവചനമാണ് കാണാതെ പഠിക്കാൻ പറഞ്ഞത്? അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായം 3-ഉം 4-ഉം തിരുവചനങ്ങൾ ഒന്ന് ഉറക്കെ പറഞ്ഞേ. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഈ വചനം ഉരുവിട്ടുകൊണ്ട് നടന്നോ നിങ്ങൾ? മക്കളെ, ആദ്യ കുർബാന അല്ലെങ്കിൽ ആഘോഷമായി ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളായ നിങ്ങൾ ഈ വചനം ഉരുവിട്ടുകൊണ്ട് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിറഞ്ഞ് നിങ്ങളെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും യോഗ്യതയോടെ സ്വീകരിക്കാനും ഒരുക്കും. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയവും ശിഷ്യന്മാരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ക്ലാസ്സിനെ മുഴുവൻ സമർപ്പിച്ച്, ഈ ലോകത്തെ മുഴുവൻ സമർപ്പിച്ച്, പ്രത്യേകിച്ച് രോഗികളായ എല്ലാവരെയും സമർപ്പിച്ച് നമുക്കൊരു നിമിഷം ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണടച്ച് കൈകൾ കൂപ്പി മക്കളൊന്ന് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ട ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയും മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ ലോകത്തെ മുഴുവൻ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, എല്ലാ രോഗികളെയും അങ്ങ് സുഖപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ശിഷ്യന്മാരെ ഒരുക്കിയ അമ്മ, ഈ നിമിഷം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ, സിസ്റ്റർ നിങ്ങളോട് ഒരു കഥ പറയാം. കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമല്ലേ? നിങ്ങളെപ്പോലെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മിടുക്കൻ പയ്യനാണ് അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടനും കൂട്ടുകാരും കൂടി ഒരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ, അവനവൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ക്ലാസ്സിൻ്റെ മേൽക്കൂരയിൽ അവനൊരു കൂട് കണ്ടു. അവൻ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, നോക്കിക്കേ, ഇതൊരു കൂട്. എന്താണ് ആ കൂട്ടില്? അവരെല്ലാവരും കൂടെ സൂക്ഷിച്ചു നോക്കി. അതെ, ഒരു പ്രാവിൻ്റെ കൂടായിരുന്നത്. കൂട്ടുകാർക്ക് വലിയ സന്തോഷമായി. അവരവരുടെ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറേ, ഇത് നോക്കിക്കേ, ക്ലാസ്സിൻ്റെ മുകളിലൊരു കൂട്. അപ്പം ടീച്ചർ പറഞ്ഞു, തുടരുത് മക്കളെ, അത് നമ്മുടെ സുന്ദരി പ്രാവിൻ്റെ കൂടാ. അതിൽ 4 മുട്ടയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ മുട്ട വിരിഞ്ഞ് പ്രാവിൻ കുഞ്ഞുങ്ങൾ പുറത്തു വരും. അപ്പുക്കുട്ടനും കൂട്ടുകാരും എല്ലാ ദിവസവും സ്കൂളിൽ വരുമ്പോൾ ആ കൂട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ കൂട്ടുകാരെല്ലാവരും മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുക്കുട്ടൻ ഓടി വന്ന് ആ കൂട്ടിലേക്കൊന്ന് നോക്കി. അയ്യോ, അവൻ വേഗം ടീച്ചറിനെ വിളിച്ചു, ടീച്ചറെ, ടീച്ചറെ, ഓടി വാ, ഇതാ ഒരു പാമ്പ് കയറി പ്രാവിൻ്റെ കൂട്ടിലെത്തിയിരിക്കുന്നു. ടീച്ചർ ഓടി വന്നു. കൂട്ടുകാരെല്ലാവരും ചേർന്ന് ആ പാമ്പിനെ ഓടിക്കാൻ പരിശ്രമിച്ചു. എന്നാൽ ആ പാമ്പ് ആ പ്രാവിൻ്റെ മുട്ട ഓരോന്നായിട്ട് എടുത്ത് കൊത്തി തിന്നാൻ തുടങ്ങി. അപ്പുക്കുട്ടനും കൂട്ടുകാർക്കും വളരെ സങ്കടമായി. അവർ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറേ,
അതെന്താ ഈ പ്രാവ് ആ പാമ്പിനെ കൊത്തി ഓടിക്കാത്തത്? അപ്പോൾ ടീച്ചർ അപ്പുക്കുട്ടനോടും ആ കൂട്ടുകാരോടും പറഞ്ഞു, കുഞ്ഞുങ്ങളെ, പ്രാവ് ഒരിക്കലും തിരിച്ചു ഉപദ്രവിക്കുകയില്ല. നോക്കിക്കേ, അത് ദൂരെ ഒരു സ്ഥലത്ത് പോയി മാറിയിരുന്ന് കരയുന്നത് കണ്ടോ നിങ്ങൾ കല്ലെടുത്തെറിഞ്ഞാലും കൂടെ ഇളക്കിയിട്ടാലും പ്രാവ് നിങ്ങളെ പറന്ന് കൊത്താറുണ്ടോ? ഇല്ല, പ്രാവ് അങ്ങനെ ചെയ്യില്ല. പ്രാവ് ദൂരെ പോയി മാറിയിരുന്ന് കരയുകയുള്ളൂ. അപ്പുക്കുട്ടനും കൂട്ടുകാർക്കും ഇത് കേട്ട് സങ്കടം വന്നു. അവർക്ക് പ്രാവിനോട് ഒത്തിരിയേറെ സ്നേഹം തോന്നി. കുഞ്ഞുമക്കളെ, സിസ്റ്റർ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, തൈലാഭിഷേക കൂദാശയെക്കുറിച്ച്. ഈശോയുടെ മാമോദീസ വേളയിൽ പരിശുദ്ധാത്മാവ് ഏത് രൂപത്തിലാ ഈശോയുടെ മേൽ വന്നത്? പ്രാവിൻ്റെ രൂപത്തിൽ. എന്തുകൊണ്ടാ ഈ പരിശുദ്ധാത്മാവിനെ പ്രാവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്? ഏറ്റവും ശാന്തതയുള്ള, സൗമ്യതയുള്ള ഒരു പക്ഷിയാണ് പ്രാവ്. കുഞ്ഞു കൂട്ടുകാരെ, ഈ പ്രാവിൻ്റെ കൂട്ടിൽ നിന്ന് മുട്ടകൾ, അതിൻ്റെ ഫലങ്ങൾ ഓരോന്നായി പാമ്പ് എടുത്തുകൊണ്ട് പോയപ്പോൾ പ്രാവ് കരഞ്ഞു. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും നമ്മെ ഓർത്ത് സങ്കടം വരും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദാനങ്ങൾ, വരങ്ങൾ, ഫലങ്ങൾ. പഠിക്കണ്ടേ? ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ 7 എണ്ണം. എത്ര എണ്ണമാ? 7 ദാനങ്ങളാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? നമുക്ക് പഠിക്കാം. ഒന്നാമതായി ജ്ഞാനം, 2 ബുദ്ധി, 3 ആലോചന, 4 ആത്മശക്തി, 5 അറിവ്, 6 ഭക്തി, 7 ദൈവഭയം. ഇത് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു വാങ്ങണം. ദാനമായി തരണമേ, ഈ 7 ദാനങ്ങൾ പരിശുദ്ധാത്മാവേ എനിക്ക് തരണമേ എന്ന് കുഞ്ഞുമക്കൾ ചോദിച്ചു വാങ്ങിയെടുക്കണം. തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെ നമുക്കിത് തരാൻ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ജ്ഞാനവും ബുദ്ധിയും ആലോചനയും ആത്മശക്തിയും അറിവും ഭക്തിയും ദൈവഭയവും ഒക്കെ നമ്മൾ ചോദിച്ചു വാങ്ങിയെടുക്കണം. ഇങ്ങനെ ചോദിച്ച ഒരാളുടെ കഥ പറയാം സിസ്റ്റർ. സോളമൻ എന്ന രാജാവ് കേട്ടിട്ടുണ്ടോ? ദാവീദിന്റെ മകനായ സോളമൻ രാജാവ് ഇസ്രായേലിന്റെ രാജാവായിരുന്നു. അവൻ ഇങ്ങനെ ഒരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്ക് ഈ രാജ്യത്തെ ഭരിക്കാനുള്ള ശക്തിയൊക്കെ തരണേ. അപ്പോൾ ദൈവം അവനോട് ചോദിക്കുകയാണ്, സോളമൻ, നിനക്ക് ഏറ്റവും ആവശ്യമുള്ള അനുഗ്രഹം ഞാൻ നിനക്ക് തരാം, നീ ചോദിച്ചുകൊള്ളുക. സോളമൻ ഇത് കേട്ടിട്ട് സന്തോഷമായി. സോളമൻ രാജാവ് ദൈവത്തോട് എന്താ ചോദിച്ചത്? ദൈവമേ, ഈ രാജ്യം ഭരിക്കാൻ എനിക്ക് ഒത്തിരി സമ്പത്ത് വേണമെന്നാണോ? എനിക്ക് ഒത്തിരി ആനകളും കുതിരകളും ഒക്കെ വേണമെന്നാണോ? അല്ലെ ഒത്തിരി രഥങ്ങളും ആയുധങ്ങളും വേണമെന്നാണോ? അല്ല മക്കളെ, സോളമൻ രാജാവ് ദൈവത്തോട് ചോദിച്ച കാര്യമാണ്, എൻ്റെ പൊന്നു ദൈവമേ, ഈ രാജ്യത്തെ ജനങ്ങളെ ഭരിക്കാൻ, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ഈ ജനത്തെ ഭരിക്കാൻ വേണ്ട വിവേകം എനിക്ക് തരണമേ. കേട്ടോ സോളമൻ രാജാവ് എന്താ പ്രാർത്ഥിച്ചതെന്ന്? നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ഈ ജനങ്ങളെ ഭരിക്കാനുള്ള വിവേകം തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് മക്കളെ എന്ത്? വിവേകം. നിങ്ങൾക്ക് പഠിക്കുവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലയോ? അല്ലെ ഓർമ്മ നിലനിൽക്കുന്നില്ലയോ? നിങ്ങൾക്ക് ബുദ്ധി കുറവാണോ? അല്ലെങ്കിൽ ബുദ്ധി നിങ്ങൾക്കില്ല എന്ന് തോന്നുന്നുണ്ടോ?
നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഈശോ പറഞ്ഞു, ഞാൻ പോയാൽ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും. ആരാ മോനെ സഹായകൻ? ആരാ മോളെ ഈ സഹായകൻ എന്ന് പറയുന്നത്? നമ്മളെ സഹായിക്കുന്ന ഹെൽപ്പർ. ആരായി ഹെൽപ്പർ? നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ നിന്ന്, നമ്മളോടൊപ്പം നിന്ന്, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായി, കൂട്ടുകാരനായി, കൂട്ടുകാരിയായി നിൽക്കുന്നയാളാണ് നമ്മുടെ സഹായകൻ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ, ആരായിരിക്കണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിൽ ഒന്നാമത് വേണ്ടത് ആരാണ്? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം കുഞ്ഞുങ്ങളായ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും 5 മിനിറ്റെങ്കിലും ഈ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ജ്വലിക്കാൻ പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ, പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ കൊണ്ടെന്നെ നിറയ്ക്കണമേ എന്ന് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിക്കും. ഇനി നമ്മൾ പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് സിസ്റ്റർ പറയാം. അതായത് നമ്മൾ ഈശോയെ പ്രഘോഷിക്കാൻ, ഈശോയുടെ ഈ ദൈവരാജ്യത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് വരങ്ങൾ. എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു രോഗിയുടെ മേൽ കൈവച്ചു, ആ രോഗി സുഖം പ്രാപിച്ചു. നമ്മുടെ കഴിവ് കൊണ്ടാണോ? അല്ല. പരിശുദ്ധാത്മാവിൽ വരം, ഏത് വരം നൽകി? രോഗശാന്തി വരം നൽകി. അപ്പോൾ അതുപോലെ മറ്റൊരു വരമാണ് ഭാഷാവരം. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ഭാഷാവരത്തിൽ ഈശോയെ സ്തുതിക്കുന്നതൊക്കെ സിസ്റ്റർ കണ്ടിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ നല്ല മക്കളായി വളരണം. ഇനി മറ്റൊരു വരവാണ് പ്രവചനവരം. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി അറിയിച്ചു തരും. ഇഷ്ടപ്പെട്ടോ ഈ വരം? പ്രവചനവരം. മറ്റൊരു വരമാണ് ശുശ്രൂഷാവരം. വേറൊരു വരമാണ് അധ്യാപനവരം. അധ്യാപനവരം, ഉപദേശവരം, ദാനവരം, ദർശനവരം, രോഗശാന്തിവരം, അത്ഭുത പ്രവർത്തനവരം. ഇങ്ങനെ 9 വരങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കും, അഭിഷേകം ചെയ്യും. എന്തിനാ? ആ ക്രിസ്തുവിൻ്റെ രാജ്യം വളരുന്നതിന്, ദൈവരാജ്യം ഈ ലോകത്തിൽ വളരണം. എല്ലാവരും ദൈവത്തെ അറിയണം, ദൈവമായ ഈശോയെ മനസ്സിലാക്കണം. ഇതിനു വേണ്ടിയാണ് നമുക്ക് പരിശുദ്ധാത്മാവ് ഈ വരങ്ങളൊക്കെ നൽകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ വരങ്ങളുണ്ടോ? നമ്മളിലെല്ലാം ഈ തൈലാഭിഷേക കൂദാശ സ്വീകരിക്കുന്നതിനോട് കൂടി തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, വരങ്ങൾ, ദാനങ്ങൾ എല്ലാം ലഭിക്കുന്നുണ്ട്. എന്നിട്ട് എന്തിനാ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാത്തത്? ഇത് ഉപയോഗിക്കണമെങ്കിൽ 1-ാം പാഠത്തിൽ, 2-ാം പാഠത്തിൽ, 3-ാം പാഠത്തിൽ നമ്മൾ പഠിച്ചു. എന്ത് ചെയ്യണം? ഈശോയോട് ചേർന്ന് ജീവിക്കണം. രണ്ടാമതായിട്ട് ഈശോയുടെ വചനങ്ങൾ പാലിച്ച് ജീവിക്കണം. ഇങ്ങനെയുള്ള വ്യക്തികളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പം നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത് പ്രധാനമായിട്ടും. ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. എത്രയാ? 7 എണ്ണം. ഒന്ന് പറഞ്ഞ ഏതൊക്കെയാണെന്ന്? ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. ഇത്രയും കാര്യങ്ങൾ ദാനങ്ങൾ. ഇനി വരങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? 9 വരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഭാഷാവരം, പ്രവചനവരം, ശുശ്രൂഷാവരം, അധ്യാപനവരം, ഉപദേശവരം, വീണ്ടും
ദാനവരം, ദർശനവരം, രോഗശാന്തിവരം, വീണ്ടും അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരങ്ങൾ. ഇത്രയേ ഉള്ളൂ. ഇനിയുമുണ്ട് ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഇതും നമ്മളിൽ ഈശോ നിക്ഷേപിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, ദാനങ്ങളും വരങ്ങളും എന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ദാനമായി നൽകിയതാണ് ഇതെല്ലാം. ഇനി നമ്മൾ തൈലാഭിഷേകം എന്ന കൂദാശ സ്വീകരിച്ചതിലൂടെ നമ്മളൊക്കെ പൂർണ്ണരായി, അല്ലെങ്കിൽ സഭയിലെ അംഗങ്ങളെയൊക്കെ പൂർണ്ണരാക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത്. അതുപോലെ തന്നെയോ ദൈവരാജ്യം, ഈശോ ഈ ലോകത്തിലേക്ക് വന്ന് എന്തിനു വേണ്ടിയാ? കുഞ്ഞുങ്ങൾ പറഞ്ഞേ, എന്തിനു വേണ്ടിയാ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്? ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാ. അപ്പോൾ ഈശോ ഈ ലോകത്തിൽ നിന്ന് മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇനി ഈ ദൗത്യം നിർവഹിക്കണം. എന്ത്? ലോകം മുഴുവനും ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ലോകത്തിൻ്റെ അതിർത്തികളെല്ലാം ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടണം. ഇതിന് നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടൊന്നും പറ്റത്തില്ല. ആര് നമ്മളെ സഹായിക്കണം? പരിശുദ്ധാത്മാവ് സഹായിക്കണം. അതിനാണ് ഈശോ നമുക്കൊരു സഹായകനെ തന്നത്. സഹായകനെ നിങ്ങൾക്ക് ഇഷ്ടമായോ മക്കളെ? ഈ സഹായകൻ കൂടെയുണ്ട് എന്ന് എപ്പോഴും ഓർത്തിരിക്കണം. ഒരു സങ്കടം വന്നാൽ, ഒരു വേദന വന്നാൽ, ഒരു സഹനം വന്നാൽ, ഒരു രോഗം വന്നാൽ, ഒരു തകർച്ച വന്നാൽ നഷ്ടപ്പെട്ടു പോകേണ്ടതാണോ നമ്മുടെ സന്തോഷം? അല്ല. കാരണം നമുക്കൊരു സഹായിയുണ്ട്. ആരാണ്? പരിശുദ്ധാത്മാവ്. ഇനി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഫലങ്ങൾ എന്താണെന്നറിയാൻ മക്കൾക്ക് ആഗ്രഹമില്ലേ? നല്ല ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലങ്ങൾ: 1 സ്നേഹം, 2 ആനന്ദം, 3 സമാധാനം, 4 ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, വിശുദ്ധി, മിതത്വം, സഹനശക്തി. ഈ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടോ? നിങ്ങളിലുണ്ടോ? സ്നേഹമുണ്ടോ? സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് സഹനശക്തി ഉണ്ടോ? വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? സൗമ്യരായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഫലങ്ങൾ ഒരു വ്യക്തിയിൽ കാണപ്പെടുമ്പോഴാണ് എത്രമാത്രമാണ് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. കുഞ്ഞുങ്ങളൊന്ന് ഉള്ളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്നെ വേദനിപ്പിച്ചവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ശാന്തതയോടെ സൗമ്യതയോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് മറ്റുള്ളവരെ, എൻ്റെ ശത്രുക്കളെ പോലും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ? ജീവിത വിശുദ്ധിയോടെ നല്ല മക്കളായി ഹൃദയത്തിലും ശരീരത്തിലുമൊക്കെ വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ മക്കളെ നിങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. സന്തോഷമായോ നിങ്ങൾക്ക്? ഏറ്റവും വലിയ വണ്ടർഫുൾ ഗിഫ്റ്റ് ആയ പരിശുദ്ധാത്മാവാണ് ഈ തൈലാഭിഷേക കൂദാശയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുള്ളത്. തൈലാഭിഷേക കൂദാശ സ്വീകരിച്ചപ്പോൾ 2 കാര്യങ്ങൾ ആ സമയത്ത് കാർമികൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നു. 1, തൈലം പൂശി നമ്മളെ വേർതിരിച്ചു. നമുക്ക് തൈലാഭിഷേക കൂദാശ നൽകി. 2ാമതായിട്ട് നമ്മുടെ ശിരസിൽ കൈകൾ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പ്രാർത്ഥിച്ചു. ഈ 2 കർമ്മങ്ങളാണ് തൈലാഭിഷേക കൂദാശയിൽ നടത്തുന്നത്. 1ാമതായി അർത്ഥിയുടെ മേൽ കാർമികൻ
കൈവെപ്പ് പ്രാർത്ഥന നടത്തും. രണ്ടാമത് നെറ്റിയിൽ തൈലം പൂശുന്നു. ഇതാണ് തൈലാഭിഷേക കൂദാശയുടെ അടയാളങ്ങൾ. എന്തിനു വേണ്ടിയാ? ഈശോയോടും സഭയോടും അഭേദ്യമായ ബന്ധം നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട് ഇത് ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന ഒരു കൂദാശയാ എന്ന് പറഞ്ഞാൽ ഈ കൂദാശ ഒരു തവണ മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു തവണ മാത്രം സ്വീകരിക്കുന്ന മറ്റു 2 കൂദാശകളും കൂടെ ഉണ്ട്. ഏതാണ്? മാമോദീസ, മറ്റൊരു കൂദാശയാണ് തിരുപ്പട്ടം. ഈ 3 കൂദാശകളാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ സ്വീകരിക്കുന്ന കൂദാശകൾ. കുഞ്ഞുങ്ങളെ, അപ്പോൾ നമ്മൾ ഈ തൈലാഭിഷേക കൂദാശ എന്താണെന്നും പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മളിലുള്ള മാറ്റങ്ങളൊന്ന് പറഞ്ഞേ. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയും. 2, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയും. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മൾ ശക്തരാക്കപ്പെടും. നാലാമതായി സുവിശേഷ ലോകമെങ്ങും പ്രചരിപ്പിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. 5, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ, ഏത് സാഹചര്യത്തിലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. 6, തിന്മയ്ക്കെതിരെ പോരാടാനും നന്മ ചെയ്ത് ജീവിക്കാനും വേണ്ട വലിയ കൃപ നമുക്ക് ലഭിക്കും. കുഞ്ഞുങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് ജീവിക്കണം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് ജീവിക്കണം. നന്മ ചെയ്യണം. തിന്മയുടെ സാഹചര്യത്തെ നമ്മൾ ഒഴിവാക്കണം, മാറ്റിക്കളയണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ക്രിസ്ത്യാനിക്ക് ഈ ലോകത്തിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ അതിനെ നേരിടാൻ വേണ്ട ശക്തി തരുന്നത് ഈ കൂദാശയാണ്. സിസ്റ്റർ ഒരു സംഭവം പറയാം. അതായത് ലിബിയയിൽ ജോലി തേടിപ്പോയ 21 കോപ്റ്റിക് ക്രൈസ്തവർ, അവര് 20 പേര് ഈജിപ്തുകാരും ഒരാള് മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന ഒരു സഹോദരനുമായിരുന്നു. ഇവര് ജോലി തേടി ചെന്ന സ്ഥലത്ത് വെച്ച് ഇവരെ മറ്റ് തീവ്രവാദികൾ പിടിച്ചു. ഇവരുടെ കഴുത്ത് അറുത്ത് ഇവരെ കൊന്നു. 2015 നടന്ന ഒരു സംഭവമാണിത്. നമ്മളതൊക്കെ കണ്ടു, വാർത്തയിൽ കേട്ടു. മക്കളെ, ഇവരെന്തുകൊണ്ടാണ് രക്തസാക്ഷികളായി മരിച്ചത്? ഇവര് വലിയ വചനപ്രഘോഷകരോ അല്ലെങ്കിൽ ഇവര് രോഗശാന്തി നൽകുന്നവരോ ഒന്നുമല്ല. ഇവര് സാധാരണ ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷെ ഇവർക്ക് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ സാധിച്ചു. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇവര് കൊല്ലപ്പെട്ടു. മക്കളെ, ഈ ലോകത്തിൽ വിശ്വാസത്തിനെതിരായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൊല്ലപ്പെടലുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ശിരസ് കാണിച്ചു കൊടുക്കാൻ നമുക്ക് ധൈര്യം തരുന്നത് ആരാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ. അതുകൊണ്ട് ഈശോയ്ക്ക് ഈ ലോകത്തിൽ സാക്ഷ്യം വഹിക്കാനും ഈശോയ്ക്ക് വേണ്ടി മരിക്കാനും വേണ്ടി നമുക്ക് ശക്തി തരുന്ന പരിശുദ്ധാത്മാവിനാൽ കുഞ്ഞുങ്ങള് നിറയപ്പെടണം. ഈ പാഠം പഠിക്കുമ്പോൾ നിങ്ങൾക്കതിനുള്ളൊരു ആഗ്രഹം വരണം. എല്ലാ ദിവസവും 5 മിനിറ്റ് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം. ഒരു വചനം കാണാതെ പഠിക്കണം. ആ വചനം എന്നും ജീവിതത്തിൽ ഈ ആഴ്ച മാത്രം പോരാ, മരിക്കുന്നത് വരെ ഉരുവിട്ട് നടക്കണം. അത് പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഏത് വചനമാണെന്നോ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ഇന്ന് തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം ഹൃദ്യസ്ഥമാക്കണം. ഈ പാഠത്തിൽ നമുക്ക് 5 ചോദ്യങ്ങളാണ് ഉള്ളത്. മക്കള് 5 ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തണം. ഒന്നാമതായി, തൈലാഭിഷേക കൂദാശ എന്നാൽ എന്ത്? നിങ്ങൾക്ക് അറിയാം. 2,
തൈലാഭിഷേക കൂദാശയുടെ പ്രധാന അടയാളങ്ങൾ ഏവ? 3 സഭയുടെ പ്രവേശക കൂദാശകൾ ഏതെല്ലാം? 4 പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എത്ര? ഏതെല്ലാം? 5 തൈലാഭിഷേക കൂദാശയുടെ ഫലങ്ങൾ ഏതെല്ലാം? കുഞ്ഞുമക്കളെ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷികളായി ജീവിക്കേണ്ട കുഞ്ഞുങ്ങളാണ് നമ്മൾ. ഈ കൃപകളും വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും എല്ലാം നമ്മിൽ ചൊരിയപ്പെട്ട് ഈശോയ്ക്ക് സാക്ഷികളായി മാറുവാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എല്ലാവരും ഒന്ന് കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. തൈലാഭിഷേക കൂദാശയിലൂടെ എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഓരോ നിമിഷവും ഉജ്ജ്വലിപ്പിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.